കടം കൊടുത്ത പണം ചൈന തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയതോടെ മാലദ്വീപും അവിടുത്തെ ഇന്ത്യാ വിരുദ്ധ മൊയ്സു സർക്കാരും വിയർക്കുകയാണ്. ചൈന മാലദ്വീപിന് കടം കൊടുത്ത 300 കോടി ഡോളറാണ് ഇപ്പോൾ എത്രയും വേഗം തിരിച്ചു കൊടുക്കണമെന്ന് ഷീ ജിൻപിങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കടക്കെണിയിൽ നിന്നും കരകയറാൻ ഇന്ത്യ സഹായിക്കണമെന്ന് കരഞ്ഞ് ആവശ്യപ്പെടുകയാണ് ഇന്ത്യാ വിരുദ്ധ നേതാവ് ഹസൻ ഖുറൂസി. ഇതോടെ മാലദ്വീപിലെ സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയും ചെയ്തിട്ടുണ്ട്. കടം വാങ്ങിയ പണം എത്രയും വേഗം തന്നെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ മാലദ്വീപിനെ തന്നെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടി വരുമെന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ അവിടെയുള്ളത്. നേരത്തെ ചൈനയിൽ നിന്നും കടം വാങ്ങിയ ശ്രീലങ്കയ്ക്ക് ഒടുവിൽ ഹമ്പൻടോട്ട എന്ന തുറമുഖം തന്നെ ചൈനയ്ക്ക് തീരെഴുതി കൊടുക്കേണ്ടതായി വന്നിരുന്നു. ചൈനയെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ നാവികരെ മാറ്റിയതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റ് മൊയ്സു നീങ്ങുകയും ചെയ്തതാണ്. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി ചൈനയുടെ ഭാഗത്തു നിന്നുള്ള പിന്നിൽ നിന്നുള്ള കുത്ത് അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത്. ചൈനയിൽ നിന്നും പണം കടം വാങ്ങുന്നത് നല്ലതിനല്ലെന്ന് പണ്ടേ ലോകബാങ്ക് മാലദ്വീപിനെ താക്കീത് ചെയ്തിരുന്നതാണ്. ഇന്ത്യയാകട്ടെ മാലദ്വീപിനോടുള്ള നിലപാട് കടുപ്പിച്ചതോടെ ഇന്ത്യയിൽ നിന്നുള്ള ടൂറിസ്റ്റുകൾ മാലദ്വീപ് സന്ദർശിക്കുന്നതിന് വിമുഖത കാട്ടുകയും ചെയ്തു. ഇതോടെ ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കുത്തനെ ഇടിയുകയും ചെയ്തിട്ടുണ്ട്. ഇതും മാലദ്വീപിൻ്റെ വരുമാനത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ 300 കോടി ഡോളർ എങ്ങനെ തിരിച്ചു കൊടുക്കും എന്നറിയാത്ത അവസ്ഥയിലാണ് മൊയ്സു ഉള്ളത്. അതിനിടെ ഇന്ത്യ വിരുദ്ധനായ മാലദ്വീപ് പ്രസിഡന്റിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ജനങ്ങൾ തന്നെ അപ്രതീക്ഷിത തിരിച്ചടി കൊടുത്തു കഴിഞ്ഞു. മാലദ്വീപിൻ്റെ തലസ്ഥാനമായ മാലയിലെ മേയർ തിരഞ്ഞെടുപ്പിൽ മൊയ്സുവിൻ്റെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ദയനീയമായാണ് പരാജയപ്പെട്ടത്. മുൻ പ്രസിഡന്റ് മുഹമ്മദ് സോലിഹ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ അനുകൂല പാർട്ടിയായ മാലദ്വീപിയൻ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ ആദം അസീമാണ് പുതിയ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മാർച്ച് 15-നകം മാലദ്വീപിലെ ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കണമെന്ന മൊയ്സു ഭരണകൂടത്തിൻ്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ നടന്ന തിരഞ്ഞെടുപ്പ് ഫലം ഭരണപക്ഷത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയും ചെയ്തതാണ്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി മൊയ്സു ഒഴിഞ്ഞതോടെയാണ് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. 45% വോട്ട് നേടിയാണ് ഇന്ത്യൻ അനുകൂലിയായ ആദം തകർപ്പൻ വിജയം നേടിയിരിക്കുന്നത്. മൊയ്സുവിൻ്റെ PNC സ്ഥാനാർത്ഥിയായ അസീമ ഷുക്കൂറിന് കേവലം 29% വോട്ട് നേടാനേ സാധിച്ചുള്ളൂ എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകുന്നതിനിടെ നടന്ന മേയർ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയും ആകാംക്ഷയോടെയാണ് കണ്ടത്. ഇന്ത്യക്ക് ചുറ്റും സൈനിക കേന്ദ്രങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ചൈന ശ്രീലങ്കയ്ക്ക് ശേഷം നോട്ടമിട്ട രാജ്യമാണ് മാലദ്വീപ്. എന്നാൽ ഇന്ത്യൻ അനുകൂല ഭരണകൂടങ്ങൾ ഉള്ളതിനാൽ മുൻപ് അത്തരമൊരു ശ്രമം ഫലം കണ്ടിരുന്നില്ല. പുതിയ പ്രസിഡന്റായി ചൈന അനുകൂലിയായ മുഹമ്മദ് മൊയ്സു അധികാരമേറ്റ ശേഷമാണ് വീണ്ടും മാലദ്വീപിനെ ലക്ഷ്യമിട്ട് ചൈന നീക്കം തുടങ്ങിയത്. പതിവിൽ നിന്നും വിപരീതമായി ചരിത്രത്തിലാദ്യമായി അധികാരമേറ്റെടുത്ത ശേഷം ആദ്യം യാത്ര ചൈനയിലേക്കാക്കിയ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു തന്നെയായിരുന്നു. നിരവധി കരാറുകളാണ് ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഒപ്പിട്ടത്. ഈ സമയത്ത് തന്നെയാണ് 300 കോടി ഡോളർ അവരിൽ നിന്നും കടം വാങ്ങാൻ മൊയ്സു ഇറങ്ങിത്തിരിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മാലദ്വീപ് മന്ത്രിസഭയിലെ അംഗങ്ങൾ അപമാനിച്ചതിന് ശേഷമാണ് ചൈന സന്ദർശനത്തിനായി മൊയ്സു പുറപ്പെട്ടതെന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്ത്യ നിലപാട് ഘടിപ്പിച്ചതോടെ വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാരെ പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്തെങ്കിലും മറ്റ് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിലാകട്ടെ മാലദ്വീപ് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധം ഇപ്പോഴും വളരെ ശക്തമാണ്. ഇന്ത്യൻ ജനത കൂട്ടത്തോടെയാണ് മാലദ്വീപ് സന്ദർശനം റദ്ദാക്കിയിരിക്കുന്നത്. സെലിബ്രിറ്റികൾ ഉൾപ്പെടെയാണ് ബഹിഷ്കരണത്തിൽ പങ്കാളികളായത്. അതുകൊണ്ട് തന്നെ കരുതലോടെ നീങ്ങാനാണ് ഇന്ത്യയും തീരുമാനിച്ചത്. മാലദ്വീപിലെ ഇന്ത്യ വിരുദ്ധനായ ഭരണകൂടത്തിൻ്റെ താല്പര്യമല്ല അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്കുള്ളത് എന്നുള്ളതും ഇന്ത്യ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഇന്ത്യ വിരുദ്ധ നിലപാടിൻ്റെ പേരിൽ മാത്രം നിലവിലെ ഭരണകൂടത്തിന് പുറത്തു പോകേണ്ടിയും വരും. മേയർ തെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനയും അതുതന്നെയായിരുന്നു. മാലദ്വീപിനെ ഒരു രാജ്യമായി ലോകത്ത് തന്നെ ആദ്യം അംഗീകരിച്ചത് ഇന്ത്യയാണ്. മുൻപ് കലാപകാരികൾ അട്ടിമറിക്ക് ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുത്തിയതും ജനകീയ സർക്കാരിനെ തിരിച്ചു കൊണ്ടുവന്നതും ഇന്ത്യൻ സൈന്യം ഇടപെട്ടാണ്. 1988 നവംബർ 3-ന് ആരംഭിച്ച സൈനിക ഓപ്പറേഷനിലൂടെ അനവധി കലാപകാരികളെയാണ് അന്ന് ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നതെന്നാണ് പറയുന്നത്. ശേഷിച്ചവർ ചെറുത്തു നിൽക്കാൻ കഴിയാതെ പലായനം ചെയ്യേണ്ടതായും വന്നിട്ടുണ്ട്. ഈ സംഭവം അയൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും വേണ്ടിയുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത എടുത്തു കാട്ടുന്നതുമായിരുന്നു. ഈ ചരിത്രം മറന്നാണ് ഇപ്പോഴത്തെ മാലദ്വീപ് ഭരണകൂടം ഇന്ത്യൻ സൈന്യത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെട്ടത്. ഈ ആവശ്യമാകട്ടെ മാലദ്വീപിലെ വലിയ വിഭാഗം ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതുമാണ്. അതുകൊണ്ട് തന്നെ ചൈനയുടെ കടന്നുകയറ്റം അവർ ഉദ്ദേശിച്ച പോലെ നടപ്പാക്കുന്നതും അത്ര എളുപ്പമല്ല. സൈനിക സഹായം മാത്രമല്ല, അടിസ്ഥാന സൗകര്യങ്ങളിൽ പോലും മാലദ്വീപിന് ഇന്നും സഹായം ഇന്ത്യ മാത്രമാണ്. ശ്രീലങ്ക മോഡലിൽ മാലദ്വീപിലും പിടിമുറുക്കാൻ ചൈനയ്ക്ക് അവസരം ഒരുക്കിയാൽ അതോടെ മാലദ്വീപിലെ മൊയ്സു ഭരണകൂടം തന്നെയാണ് അട്ടിമറിക്കപ്പെടുന്നത്. മുൻപ് ജനകീയ സർക്കാരിനെ നിലനിർത്താനാണ് ഇന്ത്യ സൈനിക ഇടപെടൽ നടത്തിയതെങ്കിൽ പുതിയ സാഹചര്യത്തിൽ ജനവിരുദ്ധനും ഇന്ത്യ വിരുദ്ധനുമായ സർക്കാരിനെ വീഴ്ത്താനാണ് ഇന്ത്യ നിർബന്ധിക്കപ്പെടുന്നത്.